അത് പിന്നെ പണ്ടേ അങ്ങനെയാണ്. ഞാനും കൃഷ്ണയും ശ്രീപ്രിയയും. അതിൽ ശ്രീപ്രിയ ഇത്തിരി ഡീസൻറ്റ് പാർട്ടിയായിരുന്നു കേട്ടോ. പ്ലസ് ടു കാലഘട്ടങ്ങളിൽ പഠിക്കുമ്പോഴും ഞാനും കൃഷ്ണയും തന്നെയായിരുന്നു ഒരുവിധം എല്ലാ അലമ്പുകളിലും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തിനെ കുറിച്ച് സംസാരിക്കാം ഈ ലോകത്തിൻ്റെ കീഴിൽ കുറേ നേരം സംസാരിക്കാൻ പറ്റും. സബ്ജക്റ്റൊന്നും വേണമെന്നില്ല, ഞങ്ങൾ രണ്ടുപേരും സബ്ജക്റ്റ് ഉണ്ടാക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു കാലഘട്ടം ആലോചിക്കുമ്പോൾ ഇപ്പോഴും കുറേ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സ്നാക്സ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിൽ വിളിച്ച് തിന്നതും അച്ചാറെടുത്ത് തിന്നതും ടീച്ചർ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ടീച്ചറെ കുറ്റം പേരിട്ട് വിളിച്ചതും ടീച്ചറെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തതും ടീച്ചറുടെ വീട്ടിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിച്ച് കൂട്ടിയും കഥ ഇറക്കിയതും അങ്ങനെ ഒരുപാട് രസകരമായ നല്ല നല്ല കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ പിള്ളേർക്ക് ഇതൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. വളരെ ലിമിറ്റഡ് ഒരു സർക്കിളായിരുന്നു പ്ലസ് ടു പ്ലസ് വൺ എൻ്റെ കാലഘട്ടത്തിൽ. ഇപ്പോൾ 10 വരെ പഠിച്ചിരുന്നപ്പോൾ സ്കൂളും അല്ലെങ്കിൽ ആ ക്യാമ്പസും മൊത്തം എൻ്റെ കൂട്ടുകാരായിരുന്നെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കൂട്ടുകാർ മാത്രമേ എനിക്കുണ്ടായിരുന്നു.